മുതലാളി ഈ വണ്ടി എന്റെ പേരിലേക്ക് തന്നെ മാറ്റിയത് എന്തായാലും വളരെ നന്നായില്ലേ. അതുകൊണ്ട് നമുക്കിപ്പോ ട്രാവൽ ചെയ്യാൻ ഒരു വെഹിക്കിളെങ്കിലും ബാക്കിയായി. നമ്മുടെ തൃശ്ശൂർ ഇപ്പോ ടോട്ടലി മാറിയില്ലേ മുതലാളി. ഫുള്ള് ഹിന്ദിക്കാര് പണിക്കാരോളും പിന്നെ വലിയ വലിയ മാളോളും പോരാത്തന്നെ ഭയങ്കര ട്രാഫിക്കും. തൃശ്ശൂർ പൂരത്തിന് വെടിക്കണ്ടന്നെ അവിടെ ഒരു ഗുമ്മില്ലപ്പോ. മാറ്റങ്ങൾ എന്ന ലൈഫിന്റെ ഒരു ഭാഗമാണ്. ചേഞ്ചസ് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ തൃശ്ശൂരെന്നും തൃശ്ശൂർ തന്നെ ആയിരിക്കടാ. ഇറങ്ങിയല്ലാണ്ടറി എടാ ജോയി, നീ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു ശരിയായില്ലട്ടാ. ഈ ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞ എന്തൊരു പൈസ കൊടുക്കണേന്ന് അറിയാമോ? രാഷ്ട്രീയം നമുക്ക് പറഞ്ഞിട്ടുള്ള ഫീൽഡല്ല വക്കീലെ, അത് ഇവർക്കൊക്കെ പറ്റിയ പണിയാ. നമ്മുടെ ലക്ഷ്യം വേറെ അല്ലേ മുതലാളി. നമ്മുടെ ലക്ഷ്യം എന്തുണ്ട്? അതൊക്കെ ഉണ്ടാ. നമ്മൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോവാച്ചാ നമുക്ക് ഇവിടെ നിന്ന് ബാംഗ്ലൂർ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. 1200 മീറ്റർ അല്ലേ മുമ്പിൽ കാണണേ. പിന്നെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ബാംഗ്ലൂർ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മള് ബാംഗ്ലൂർ പോണ മുതലാളി. അതല്ലടാ പോത്തെ, എന്റെ മനസ്സിലൊരു സംഭവം തെളിയേണ്ടെന്ന്. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ലൈഫ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് എന്നാണ് അർത്ഥം. നാളെ തന്നെ സുമേഷിന്റെ അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. പുതിയവരുടെ നാളെ തന്നെ തുടങ്ങും. നമ്മൾ പൊളിക്കും, നീ കണ്ടോ? മുതലാളി മക്കാനപ്പെണ്ടെന്നെ പോരെ എന്തുണിയാനമൂത്രം അതൊക്കെ ഉണ്ട്. മുതലാളി നോക്കിയേ. അപ്പൊ ഞാൻ നിന്റെ ഞാൻ പറഞ്ഞല്ലടാ ഒരു വലിയ ബക്കറ്റ് വെക്കാനായിട്ട്. എടാ നീ മൂത്രം ഒഴിക്കണ പോലെയല്ല, ഒറ്റയടിക്ക് 50 ലിറ്റർ മൂത്രം ഒഴിക്കണേ. അറിയോ നിനക്ക്? മുതലാളി നമുക്ക് കഴിച്ചാലോ? ഭയങ്കര വിശപ്പ്. അപ്പയാ മണി 12 മണിയല്ലേ ആയിട്ടുള്ളൂ. കുറച്ചു മുമ്പ് നീ 300 പുട്ട് കഴിച്ചേ. എന്താ അറിയില്ല മുതലാളി, ജപ്തി കഴിഞ്ഞ ശേഷം ഭയങ്കര വിശപ്പാ. പിന്നെ ഇപ്പൊ കഴിച്ചാലല്ലേ 3 മണിയാകുമ്പോ ചായയും കടി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പയാ ഞാൻ നിന്റെ മുതലാളിയാണ്. ഇവിടെ പണിക്ക് വന്നേക്കണ ബംഗാളിയല്ലട്ടാ. നിങ്ങൾ എന്തൊരു തേങ്ങ ചെയ്യണേ? നിങ്ങൾ എല്ലാവരും ഒന്ന് മാറിയുന്നേ. കുറെ നേരം ചുറ്റി കളിക്കുന്നു. ഒരു മിണ്ടാ പ്രാണിനെ പീഡിപ്പിച്ചൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തല്ലോ. ആനപ്പേട്ടൻ സുമേഷ് ഏട്ടനോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്തൊരു തേങ്ങ വേണം ചെയ്യണോ? മൃഗസംരക്ഷണക്കാർ ഇപ്പൊ എത്ര സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. ഇപ്പൊ ആന മുതലാളിക്ക് വരെ ആനേനെ തൊടണമെങ്കിൽ ആനയുടെ പെർമിഷൻ വേണമെന്നാ പറയണേ. എന്നിട്ടാ നീ അല്ല മുതലാളി, ഞാനുടെ പെർമിഷൻ എങ്ങനെ എടുക്കാം? ഈ ആനയുടെ തുമ്പിക്കലേക്ക് ഒരു പേന വെച്ച് കൊടുത്താൽ മതി, അതിങ്ങനെ ഒപ്പിട്ട് വരും. നീ പോയി പിണ്ടം വരടാ. അല്ല മുതലാളി, ചോറിട്ട് മതിയാ? ആനപ്പേട്ടന്റെ മോളെ ഇവനെ കൊണ്ട് കെട്ടിച്ചാലോ? മുതലാളി മൊബൈല് റീചാർജ് ചെയ്യാനുള്ള പൈസ എങ്കിലും കൊടുത്താലേ ഇനി മുതൽ പണിക്കൂരുള്ളൂ പറഞ്ഞു സുധാകരൻ. ഒരു കണക്കിന് ശരിയാണ്ട മുതലാളി, ഫുഡില്ലാണ്ടും ജീവിക്കാം. പക്ഷെ മൊബൈൽ ഡേറ്റ ഇല്ലാണ്ട് പറ്റണില്ല മുതലാളി. മുതലാളി കേക്കണ്ട. ഒന്നും മിണ്ടാണ്ടിരുന്ന 4-5 മാസമായി വീട്ടുപാട് കൊടുത്തിട്ട്. അപ്പോഴാണ് അവന്റെ അമ്മയുടെ ഡാറ്റ. ആഹാ, ചേട്ടാ ഒരാൾ ഒറ്റക്കിരുന്ന് കുടിക്കുമ്പോഴാണ് അയാൾ മുഴുവൻ കുടിക്കാനാവുന്നത്. നീ അങ്ങനെ ഒറ്റക്കിരുന്ന് കുടിച്ച് നശിക്കാൻ ഞാൻ സമ്മതിക്കൂല. കട്ടൻ ചായയായിരുന്നു. മാതംഗലീല പീസാണ്. ഗജശാസ്ത്രാണത്. ആർക്ക് വേണം? വക്കീലെ പാൽകാപ്പിയം പറഞ്ഞ് കറക്റ്റാട്ടാ. പാൽക്കാപ്പിയാ? പാലകാപ്പിയം. ഞാൻ ഈ ആനയുടെ മൂത്രത്തിന് പിണ്ടത്തിന്റെ റിസർച്ചിലാണ്. ഞാനിങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് മനസ്സിലായി. സുമേഷാരുടെ സമ്മതപത്രം കിട്ടി. സമ്മതപത്ര? സുമേഷാരുടെ കയ്യൊപ്പണ്. അപേക്ഷ എഴുതാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടാ. ഹാപ്പിയായ നീ എനിക്ക് പിറക്കാതെ പോയ മോനടാ കണ്ണ. ഇവന്റെ ആത്മാർത്ഥ കണ്ടാ? മൊബൈൽ ഡാറ്റ ചാർജ് കഴുതാ. ഡാബേ മോനെ, നമ്മുടെ ആനയുടെ മൂത്രമൊക്കെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണേ? കണ്ടില്ലല്ലോ. അതകത്ത് ഫ്രിഡ്ജിലുണ്ട്. മാറിയിട്ടത് തുറക്കാനും കൂടി അത്രയൊക്കെ മതി. കളി അറിയണ എന്തിനാ പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോവാ. എടാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എനിക്ക് കുറച്ച് മനസ്സമാധാനം ഉറക്കില്ലാത്ത രാത്രി തരാൻ പറ്റുമോ? എടാ പൊട്ട, ഈ ലോകത്ത് പൈസ അല്ല വലുത്, ബ്രെയിനിലുള്ള ഐഡിയാസ് ആണ്. നീ നോക്കിക്കോ, ഊബർ പോലെ ആപ്പിള് പോലെ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റായിട്ട് ഞാൻ പുറത്തേക്ക് വരുള്ളൂ. നീ കണ്ടോ? പിന്നല്ലാതെ വക്കീലിങ്ങടാ, എനിക്ക് പിടാൻ വിട്ടിട്ട് പാടില്ല. നിനക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടി ചെയ്യാൻ പറ്റുമോ? എന്നാ ഇപ്പൊ റെഡി. ഭാവിയിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അതെ. അല്ല ജിംബുർട്ട, ഈ ആപ്പിള് മനസ്സിലായി. ഊബർ എന്തുട്ടാ? അതറിയാമല്ലേ? അപ്പൊ ഈ ഊബർ എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര ടൂത്ത് പേസ്റ്റ് ആണ്. അടുത്തത് ഇന്ത്യയിലും വരും. അത് ശരി. മുതലാളി ഇപ്പൊ ആനമൂത്രത്തിന് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ പോണ്. അപ്പൊ ഞാൻ പല്ലേച്ച് മരിക്കും. ഇന്ന് നിന്നെ ഞാൻ ഒരു കല്യാണച്ചക്കനാക്കും. പിന്നെ കല്യാണ ചക്കരല്ല കൂട്ടക്ഷരനെ. എടാ വേ ഇങ്ങോട്ട് മാറട്ടെ, അതിനെ ചവിട്ടി കൂട്ടും. ഒന്ന് പോടാ. ഈ ആന എന്താ മൂത്രമൊഴിക്കാത്തത്? എനിക്കാണെങ്കിൽ കോടതി പോകാൻ സമയമായി. വക്കീൽ വിട്ടോന്നേ, ഞങ്ങളത് കളക്ട് ചെയ്ത് ഡോക്ടർക്ക് കൊടുത്തോളാം. ബ്ലഡി ഫൂൾ.
ക്വാളിറ്റി അപ്രൂവലിൽ നിന്ന് സാമ്പിൾ അയക്കാനുള്ളതാ. ഇത് ഒറിജിനൽ ആനമൂത്രം എന്നുള്ളത് ഈ ഡോക്ടർ വെരിഫൈ ചെയ്യണം. അല്ല ഈ ജോയിയുടെ വൈഫ് എങ്ങനെ മരിച്ചേ? ഡെലിവറിയിലെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. അല്ല ഡോക്ടറെ, ഇത് വല്ലതും ശരിയാകുക? ഈ റിസർച്ചും പറഞ്ഞ് നടന്ന് മുതലാളിക്ക് ഭ്രാന്താവുന്ന എന്റെ പേടി. ഒരൊറ്റെണ്ണം തന്നല്ലോ. ഈ ലോകത്തെ ഞെട്ടിക്കാൻ പോണ ഒരു സംഭവമാണ് മോലാളി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അതെ, ആദ്യം കേരളം ഞെട്ടട്ടെ, എന്നിട്ട് ഇന്ത്യ, പിന്നെ ഏഷ്യ. അതൊക്കെ കഴിഞ്ഞിട്ട് ലോകം ഞെട്ടിയാ മതി. ഉറക്കത്തിൽ കിടന്ന് ഞെട്ടണ പോലെ അല്ലേ ഇത്? ഏഷ്യ എവിടെ? ഏഷ്യ അത് പ്രോസസ് കഴിഞ്ഞാണ്, മറ്റേത് കളഞ്ഞു. ആ എന്നിട്ട് എല്ലാരും ഉണ്ടല്ലോ. എന്താ ജോയി, സുഖലടാ? പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ജപ്തി കഴിഞ്ഞിട്ടിരിക്കല്ലേ. എന്തൊരു പപ്പണ്ണ ഈ വഴിക്ക് എടാ ജോയി, നിന്റെ ജപ്തി ഒഴിവാക്കാൻ ഞാനും നമ്മുടെ പാർട്ടി എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാലോ. അതൊക്കെ ആവശ്യക്കാർ മനഃപൂർവ്വം കളിച്ച കളിയാണ്. ഈ ഇലക്ഷൻ വഴി നമുക്കതിന് പ്രതികാരം ചെയ്യണം. അപ്പൊ വോട്ട് ചോദിക്കാൻ വന്നതല്ലേ? ധാരാളം അവിടെ ഗസ്റ്റ് ഉണ്ട്, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോ. ചായ ഒന്നും വേണ്ട. അതൊന്നും അല്ലടാ, നിന്റെ വോട്ട് മാത്രം പോരാ. ഈ ബൈ ഇലക്ഷൻ തോറ്റ ശക്തൻ രാജശേഖരൻ മന്ത്രിസഭ വീഴും, നമ്മൾ ഭരണത്തിൽ കയറും. പിന്നെ 4 കൊല്ലം നീണ്ടു നിവർന്ന് കിടക്കല്ലേ ഭരിക്കാൻ. ജോയ് പഴയ പോലെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ ഇപ്പൊ വേറെ പണിയൊന്നുമില്ലല്ലോ. വേറെ പണിയില്ലാത്തവർക്ക് നിരങ്ങാൻ പറ്റിയ സ്ഥലമാണ് രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങളുടെ തോട്ടില്ലേ? അതാണ് ആദ്യം മാറ്റേണ്ടത്. എന്നാലും നമ്മുടെ നാട് നന്നാവുള്ളേ. അതുകൊണ്ടാണ് ഞാൻ ഈ കതറ് തന്നെ ഉപേക്ഷിക്കാനുള്ള കാരണം. പേട്ട ഭയങ്കര വിഷമമുണ്ടേ ചുറ്റും നടക്കുന്ന കാണുമ്പോൾ തന്നെ. ഏയ്, നമ്മുടെ തെങ്ങിൻചോട്ടിലെ ഉഷ്ടിച്ചല്ലേ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്? നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ് ആട്ടാ. ഐ, അപ്പൊ നമ്മുടെ പാർട്ടിയിൽ നിന്ന് കൂറ് മാറിയിട്ടല്ലേ അവള് കോർപ്പറേഷൻ പിടിച്ചടക്കിയത്? അതൊക്കെ ജോയ് മറന്നാ? വക്കീൽ പറഞ്ഞായിരുന്നാ? വക്കീൽ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു. എന്ത് കാര്യത്തിന്? ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ വോട്ട് ചെയ്യില്ലെന്നുള്ളത് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അല്ല വക്കീല്, ഈ വോട്ടെന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമല്ലേ? നിങ്ങളെ പോലെയുള്ളവർക്ക് വോട്ട് ചെയ്യാതിരിക്കലാണ് ഒരു പൗരന്റെ യഥാർത്ഥ കടമയെന്ന് പറയുന്നത്. എനിക്ക് ഗർജിക്കാൻ സമയമായി. ഇന്ന് 4 കേസുണ്ട്. 4 കുടുംബം ഞാൻ തകർക്കും. വന്നാ കാണട്ടാ. നിങ്ങളത് കുടിക്കേ. ഐ, ഇതെന്തുട്ട് വെള്ളാത്? കൊള്ളാലോ അല്ലേ? അതെ, മൊത്തത്തിലൊരു ഉഷാറുണ്ട് കേട്ടോ. വാ, നമ്മുടെ പുതിയ പ്രൊഡക്റ്റാണ്. മലയാളിക്ക് വെള്ളം എന്ന് പറയുന്നതിന്റെ റീപ്ലേസ്മെന്റ് ആയിരിക്കും നമ്മുടെ ഈ പുതിയ പ്രൊഡക്റ്റ്. ആണോ? വെറുതെ ഇരിക്കല്ലായിരുന്നു കേട്ടോ, ചിന്ത തന്നെയായിരുന്നു. ഇവിടെ സംഭവം സിമ്പിളാ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആനമൂത്രാണ്. ആനമൂത്ര? ഇത് പറഞ്ഞപ്പോഴല്ലേ പാപ്പേട്ടന്റെ മോന്ത മാറിയ? ആനമൂത്രത്തിന്റെ ഔഷധ ഗുണം എന്തൊക്കെയാന്ന് അറിയോ പാപ്പേട്ടന്? ഇല്ല. ഇത് കിഡ്നീസിന് ബെസ്റ്റ് ആണ്. പാളുങ്ക് പോലെ തിളങ്ങില്ലേ? അത് ആദ്യം ഒന്ന് ഡൈലൂട്ട് ചെയ്യാ, പിന്നെ അതിന്റെ ഫൗൾ സ്മെല്ലും അസിഡിറ്റി ഒക്കെ മാറാൻ വേണ്ടിട്ട് കുറച്ച് നാരങ്ങ നീരും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്യാ. പിന്നെ ഫ്ലേവറിന് വേണ്ടിട്ട് കുറച്ച് രാമച്ചോ ചേർത്തിട്ടുണ്ട്. സംഭവം പറഞ്ഞപ്പോ ഭയങ്കര സിമ്പിൾ അല്ലേ? പക്ഷെ ഭയങ്കര ബ്രെയിൻ സ്റ്റോമിങ് വേണ്ടി വന്നിട്ട് ഇതിലേക്ക് എത്താൻ. ജോയി, അതൊക്കെ എന്തെങ്കിലും ആട്ടെ. നിനക്ക് തിരക്കാണെങ്കിൽ നീ വർക്കിനൊന്നും ഇറങ്ങണ്ട. പക്ഷെ നിന്റെ വോട്ട് എനിക്ക് ഉറപ്പിക്കാലോ അല്ലേ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. പാപ്പേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നടത്താൻ പോണ ഒരേ ഒരു കാര്യമുള്ളൂ. എന്തത്? അഴിമതി. അതിപ്പോ പുതിയ കാര്യമല്ലല്ലോ. എല്ലാ MLA-മാരും മന്ത്രിമാരും ഇങ്ങനെ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കല്ലേ. പാപ്പേട്ടൻ ഞാൻ നോട്ട് ചെയ്യാം. പകരമായിട്ട് അടുത്ത 4 കൊല്ലം MLA ആയിട്ട് കാട്ടാൻ പോണ അഴിമതിയുടെ ഒരു ഷെയർ എനിക്ക് തരൂ. നീ എന്താ ആളെക്കളിയൊക്കെ ജോയിയെ? ആളെ കളിയൊക്കെയൊന്നുമില്ല, പൈസക്ക് നല്ല ആവശ്യമുണ്ടേ. അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇങ്ങോട്ട് പാടാ, കാണാട്ടോ ജോയെ. കാണാലോ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അല്ല മുതലാളി, ഈ വോട്ട് ചെയ്യണവർക്കൊക്കെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് മുടിയില്ലേ? മുടിയട്ടാ. എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് ടെസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. സംഭവമായിട്ടുണ്ട്. പുണ്യാളം വെള്ളം പേടയാണ്. അഗർബത്തീസിനെക്കാളും പൊളിക്കും നമ്മള്. അംബാനി ജിയോ കൊണ്ടുവന്ന പോലെ വി വിൽ ചേഞ്ച് ഓൾ ദ റൂൾസ് ഓഫ് ദിസ് മാർക്കറ്റ്. വി വിൽ ചേഞ്ച് അതിന്റെ റൂള് മുതലാളി. അത്ര കൂടാ. ഈ പാർസൽ പോയ വണ്ടി എറണാകുളത്ത് കടയിൽ എടുക്കാം. അതവിടെ പോയി കിട്ടും. ഇതൊന്നും മനസ്സിലാവില്ല. പറഞ്ഞാൽ എങ്ങനെ ചെയ്യണത്? ഐപിസിയിലേട്ടാ, ഇതേ സാധാരണക്കാർക്ക് സാധനം നയിക്കാനുള്ള പാർസൽ സർവീസാ. അല്ലാണ്ട് ഇയാൾക്ക് കച്ചവടം ചെയ്യാനല്ല. എന്നാ പിന്നെ അന്ന് പറഞ്ഞൂടെ? അന്ന് കോട്ടയത്തിന്റെ ഒരു പാർസൽ മിസ്സായില്ലേ? അന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ തവണ ഇങ്ങനെ മിസ്സായി എങ്ങനെയാ? എനിക്ക് എത്ര രൂപ നഷ്ടം അറിയാം. ഇയാളുടെ പാർസൽ ഇവിടെ എടുക്കില്ല. നിയമപ്രകാരം ജോയിക്ക് കൊടുത്ത് പാർസൽ വെക്കാനുള്ള അവകാശമുണ്ട്. സാറിനെ കിട്ടല്ലോ, അധികാരത്തിന്റെ ഈഗോ ബാധിച്ചിട്ട് കണ്ണും ചെവിയൊക്കെ പോയി കിടക്കണ്. സാർ കോമൺ മാന്റെ പ്രശ്നം ഒന്ന് മനസ്സിലാക്ക്. അതെങ്ങനെയാ കോമൺ മാന്റെ? എനിക്ക് അല്ലാണ്ട് ചെയർ പോലും എന്റെ ഓഫീസിൽ കയറി
ഇന്ന് തന്നെ ഞാനിത് ഫേസ്ബുക്കിൽ എന്താ സാറേ ഉണ്ടായത്? വീഡിയോ കൂടി എടുക്കാം. ഒരു പാർസൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന പിശാച്ച് തല്ലാനും കുത്താനും വരാൻ. ജിംബ്രൂട്ടാ ഈ പെട്രോൾ ടാങ്കിൽ ആനമൂത്രം ഒഴിച്ചതിൽ പുലിവാലായിട്ട് വന്നേ. പോലീസ് അതിന് നീ എന്തുകൊണ്ട് ഓടണേ? പോലീസിനെ കണ്ട പിന്നെ ഓടണ്ടേ? അങ്ങനെ കിട്ടാ ചേച്ചേ, ഇതിൽ രണ്ടിലും മൂത്രം ചോദിക്കട്ടാ. ഇനി ആധാർ കാർഡ് പോലീസ് സ്റ്റേഷനായിട്ട് ലിങ്ക് ചെയ്യാനാണോ? ആരാടോ ഈ ജോയി താക്കോൽക്കാരൻ? ഞാനാ സാറേ. എന്നിട്ടാ അന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞല്ലോ. എന്താവോ? KSRTC ഓഫീസ് തല്ലി തകർത്തു പറഞ്ഞ് തന്റെ പേരിൽ ഒരു പരാതി ഇട്ടിട്ടുണ്ട്. ഏയ് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവരാണ് ഞങ്ങൾ അടിച്ചേ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. ഹലോ മുരളി, എന്താ പറ്റിയേ? വണ്ടിയിൽ ആനമൂത്രം ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ആവണില്ലേ? സ്റ്റേഷൻ വരെ പോണെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്കാ മുതലാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ പോണെന്ന്. മുരളി അപ്പയാ നീ സാധനത്തിനകത്തോണ്ട് കിടത്തിയേ. നമ്മുടെ ബസ് ടൈം പിന്നെ തുടങ്ങി തോന്നണം. നീ ആ വക്കീലിനെ അങ്ങോട്ട് വരാൻ പറ. സാർ ബാക്കിലേക്ക് ഇരിക്കോ? എനിക്കിപ്പോ ചിലപ്പോ വിശക്കണമെന്ന് പറയുന്നു കൊടുക്കണ്ട. എന്തൊരു സീറ്റ് അത്? AC ഒന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം സാറേ? അതെ, പീഡന കേസിന് എന്തെങ്കിലും പെട്ട വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ടെമ്പറമെന്റ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ ഇവിടെ കയറേണ്ട വന്നില്ലേ? ഇൻജസ്റ്റിസ് ആണ്, എനിക്ക് അപ്പം രക്തം തിളക്കും. എന്തായാലും നിന്നെ മാത്രം അറസ്റ്റ് ചെയ്ത് നന്നായി. ഇപ്പൊ ജാമ്യം എടുക്കാൻ പുറത്ത് ഞാനുണ്ടായല്ലോ. ജാമ്യം കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതിട്ടാ. ട്രാൻസ്പോർട്ട് ഓഫീസ് മാത്രമല്ല, ഒരു ബസ്സും കൂടി തല്ലി പിടിച്ചതാ കേസ് നിനക്കെതിരെ. ഇതെപ്പോ? വേറെ 1-2 പുലിവാലും കൂടി ഉണ്ട്. ഇനിയും പുലിവാല് വരണ്ട. കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കണ്ടില്ലേ മുരളി? കോർപ്പറേഷന്റെ പെർമിഷൻ ഇല്ലാതെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി റൗണ്ടിൽ വണ്ടി കൊണ്ടിട്ടെന്ന് പറഞ്ഞ് കോർപ്പറേഷന്റെ ഒരു കേസ് ഉണ്ട്. അത് നമ്മൾ കോർപ്പറേഷൻ ഒരു ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യണ വക്കീല? അത് മാത്രമല്ല, ഉണ്ണിയാളം വെള്ളമൊന്നും പേരിടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു പൊതു താല്പര്യ ഹർജി കൂടി ഉണ്ട്. അത് നമ്മൾ അന്നാ ഫാദറിനെ കണ്ട് സംസാരിച്ചാലും ചർച്ചയിൽ വെച്ച് പിന്നെന്തുട്ടാ? ഇത് പള്ളിയിൽ വെച്ചാൽ മാത്രം വിചാരിച്ച് നടക്കൂല. ഏത് കാര്യത്തിനും ജാതി കണ്ടത്ര കുറെ മതഭ്രാന്തന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവന്മാരോട് ഹർജിയാ എല്ലാം കൂടി എടുത്തിട്ട് കത്തിച്ച് കളയാൻ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എന്തുട്ടാ ചെയ്യേണ്ട വക്കീല? നമുക്ക് എന്തോന്നാലും ഡിപ്പെൻഡ് ചെയ്യാനുള്ള സിസ്റ്റം ബാക്കിയുണ്ടല്ലോ, ജുഡീഷ്യറി. കോടതി പോന്നു. ആ കോടതിയിൽ കയറി 2 ചെരുപ്പാണ് തേഞ്ഞു പോയത്. സൈലൻസ്. ആ ജോയെ ഇതെവിടെയായിരുന്നു? കൊറേ കാലമല്ലോ കണ്ടിട്ട്. എന്താ സുഖം തന്നെയല്ലേ? ഇല്ല, ഒരു സുഖമില്ല. എന്തുട്ടാ ഡെങ്കിപ്പനിയെ? അതല്ല, എനിക്ക് നീതി വേണം യുവർ ഓണർ. തരാം, നോക്കട്ടെ. ഇത് കേസ് കുറണ്ടല്ലോ. അത് യുവർ ഓണർ, എന്റെ കക്ഷിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഒറ്റ മിനിറ്റ് ഞാനിതൊന്ന് വായിച്ചു നോക്കട്ടെ. മനുഷ്യന് വാദിക്കാനും സമ്മതിക്കൂലേ? പഠിച്ചു വന്നതും മറന്നുപോയി. ഒരു മിനിറ്റ്. ഫസ്റ്റ് കേസ്. ഇയാളുടെ പ്രോഡക്റ്റിന് പുണ്യാളൻ വെള്ളം എന്ന് പേരിട്ടതിന് തനിക്ക് എന്താണ് കുഴപ്പം? അത് ഞങ്ങൾ മതത്തിനെതിരാണ് എന്ന് നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടാ? കർത്താവിനില്ല ഇത്ര. യുവർ ഓണർ, please see all scientific evidence to prove the authenticity of my client's product. മലയാളം പറഞ്ഞാൽ മതി. ഓക്കെ, ഷോ മീ. താങ്ക് യു. ആനമൂത്രത്തിലുള്ള ഔഷധ ഗുണങ്ങളെ കുറിച്ച് എല്ലാ ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സിലൊക്കെ എന്തോരം വിഷാംശങ്ങളാ. അതിലൊന്നും കുഴപ്പമില്ല. ദിസ് ഇസ് എ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ്മെന്റ് പ്രൊഡക്റ്റ്. മാത്രല്ല ജഡ്ജി സാറിന്റെ കീശ്വാസത്തിനൊക്കെ ഇത് ബെസ്റ്റ് ആണ്. പിന്നെ ഒരിക്കലും ഉണ്ടാവില്ലേ? അതെയാ? പിന്നെ എന്റെ ഡ്രൈവർ കഴിക്കണല്ലേ. യു ഹാവ് ഇറ്റ്. പാർട്ട് വിൽ ഗോ അവേ. കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ യുവർ ഓണർ. കേരള ഗവൺമെന്റിന്റെ സിമ്പിൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 2 ആനകളാണ്. ആശ്വര്യത്തിന്റെ പ്രതീകമാണ്. ആ ആനകളുടെ നല്ല മൂത്രത്തിനെ കുറിച്ചാണ് ഇവറ്റോള് പറയണേ. ആനയ്ക്കല്ല മതപ്രാന്ത്, ഇവറ്റോൾക്കാണ് ശരിക്കും മതപ്രാന്ത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. താനാ മതത്തിന്റെ കാവൽക്കാരനാ? ഒന്ന് ഇറങ്ങിപ്പോടോ. കേസ് ഡിസ്മിസ്ഡ്. നെക്സ്റ്റ് കേസ്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ ജോയ് താക്കോൽക്കാരൻ മാലിന്യ ശേഖരണത്തിന്റെ പേരിൽ സ്വന്തം കമ്പനിയുടെ പരസ്യം ചെയ്തു. കോർപ്പറേഷന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ജോയ് ഇല്ലാണ്ടാക്കിയത്. അതിനാലാണ് ഈ പൊതു താല്പര്യ ഹർജി. ഇവരെന്റെ അടുത്ത് പഴയ വ്യക്തി വൈരാഗ്യം വെച്ച് സംസാരിക്കണ യുവറാണ്. KSRTC ഓഫീസ് തല്ലി തകർത്ത ജോയ് ഒരു സാമൂഹ്യ ദ്രോഹിയാണ്. എനിക്ക് നീതി വേണം യുവറാണ്. ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ടാ? യുവർ ഓണർ, ജോയ് താക്കോൽക്കാരൻ എന്ന ഈ വ്യക്തി ഒരു പബ്ലിക് ന്യൂസൻസ് ആണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇയാൾക്കെതിരെ ഇത്രയുമധികം പബ്ലിക് ഇൻട്രസ്റ്റ് കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ആയതിനാൽ മാതൃകാപരമായ ശിക്ഷ ഇയാൾക്ക് നൽകണമെന്ന് കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്ത് ഒബ്ജക്ഷൻ? പോയിന്റ് അല്ലേ അയാൾ പറയണത്? അപ്പൊ ഞാനും പറയാൻ പോണ പോയിന്റ് അല്ലേ? KSRTC ഓഫീസ് തല്ലി തകർത്തതും കോർപ്പറേഷന്റെ പെർമിഷൻ ഇല്ലാതെ മാലിന്യം ശേഖരിച്ചതും തെറ്റ് തന്നെയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കടോ, വിധി വായിക്കട്ടെ.
ആയതിനാൽ കഴിഞ്ഞ 3 മാസത്തെ വേസ്റ്റ് കളക്ഷനിൽ നിന്നും വീപ്പ 1 പ്രതിദിനം 1000 രൂപ വെച്ച് കോർപ്പറേഷനും KSRTC ഓഫീസ് തല്ലി തകർത്തതിന് നഷ്ടപരിഹാരമായി 3 ലക്ഷം രൂപ ജോയ് താക്കോൽക്കാരൻ കെട്ടിവെക്കാൻ ഇതിനാൽ ഉത്തരവാകുന്നു. പിഴ ഒടുക്കാത്ത പക്ഷം 3 മാസം പ്രതി ജോയ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിക്കുന്നു. എന്തേ സന്തോഷായ? ഇതെവിടുത്തെ നീതി അത്? ഇവിടുത്തെ ഇന്റെ കോടതി കണ്ടു. ഇത് തോന്നിയാസം കാണിച്ചിട്ട് ഡയലോഗ് അടിക്കേ. നെക്സ്റ്റ് കേസ്. പീപ്പ് ഇങ്ങനെ 1000 രൂപ വെച്ച് ദിവസവും പിഴ എടുക്കണം എന്ന് പറഞ്ഞാൽ കാശ് ഒരുപാടാവില്ലേ ചോട്ടാ? 5-6 ലക്ഷം ആവൂടാ. മാസം 1-2 പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ KSRTCയുടെ ഫൈനും കൂടെ ചേർത്ത് 10 രൂപ ആവില്ലേ? നമ്മൾ എന്ത് ചെയ്യും ചോട്ടാ? എനിക്കറിയില്ല എൻ്റെ ഗ്രീനെ. ഒരു 1 ലക്ഷം രൂപ ഞാൻ ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒപ്പിച്ചുതരാം. ഏയ് അതൊന്നും വേണ്ട. വെറുതെ നിന്റെ അപ്പൻ്റെ മുമ്പിൽ നീ കള്ളനാവണ്ട. പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടാവും. ഇല്ലാച്ച 3 മാസം ജയിലിൽ പോയി കിടക്കാം. പുറത്തേക്കിനേക്കാളും സമാനം ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. എന്തൊരു സമാന? അതല്ല ജോയേട്ടാ. ജോയേട്ടൻ ചുറ്റും നോക്കി. ജോയേട്ടന്റെ സിറ്റി അത്. പോസിറ്റീവ് എനർജി മാത്രം തരുന്ന നമ്മുടെ തൃശ്ശൂര്. ജോയേട്ടൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. ഗ്രോസ് ഇൻജസ്റ്റിസ് അതല്ലടാ സിസ്റ്റം നമ്മളോട് കാണിച്ച്. ഇതൊക്കെ ഉണ്ടല്ലോ പ്രൊട്ടസ്റ്റ് ചെയ്യണം. നമ്മുടെ പ്രോബ്ലം നാട്ടുകാരെ അറിയണ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ്. അത്രേ ഉള്ളൂ ജോയേട്ടാ. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ രാവിലെ വിളിക്കാം. ശരിടാ, ബൈ. എന്നെ വല്ലാണ്ട് മിസ് ചെയ്യണ്ടേ. എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാ? മിന്നാത്തെ കഞ്ഞാട്ടത് വല്ല സൂക്കേടും വരൂടാ. യൂറോപ്പിലൊക്കെ പാക്കറ്റിലാക്കി വിൽക്കണ സാധനം ഈ പഴങ്കഞ്ഞി. നിങ്ങൾക്കറിയോ? മുതലാളി പറഞ്ഞാവൂലേ? പഴങ്കഞ്ഞി മാത്രമല്ല, ഉമ്മിക്കഴി വരെ എന്ത് വിലയ്ക്ക് അവിടെ വിൽക്കണമെന്നറിയോ? എന്താ പീറ വെക്കില്ലേ രാവിലെ? പീറ വെക്കല് നിന്റെ പീർ എന്ന് വെച്ചാൽ എന്താന്നറിയാം? അഗ്രഗണ്യൻ. മുതലാളി എത്തിയിട്ടില്ല. കേസിന്റെ വിധി വന്നതിന് ശേഷം സമാധാനമായിട്ട് എവിടെങ്കിലും ഇരുന്നിട്ടൊന്ന് തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയതാ. എന്തോട്ട് തിങ്കിങ്? കേസിന് അപ്പീൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന് പുലർച്ചെ അവരൊരു മെസ്സേജ് ഇട്ടുണ്ടായി. തിരിച്ചു വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. ഇന്ന് റിട്ട് ഫയൽ ചെയ്യണ്ട. ഇവനിത് എവിടെ പോയി കിടക്കാ? എനിക്ക് പോണം. തനിക്ക് പോണെന്നുണ്ടെങ്കിൽ താൻ വേറെ ഓട്ടോ വിളിച്ചു പോണം. ഇയാളൊക്കെ ഏത് നേരത്താണോ എന്നോട് കളി. ഇവനിത് എവിടെ പോയി കിടക്കണെന്ന്? ഫാക്ടറി ഇന്ന് പോലെ തുറക്കണ്ടെന്ന് ഇന്നലെ ഇവിടുന്ന് ഇറങ്ങുമ്പോ പറഞ്ഞിട്ട് പോയതാണല്ലോ. എന്തോ ഒരു അപകടം എനിക്ക് അപ്പഴേ മണത്താണ്ടാ. മുതലാളിന് എത്ര ഡെസ്പായിട്ട് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ലാട്ടാ. കരിനാക്ക് വിളച്ചോടൊന്നും പറയല്ലേ. എന്റെ മുതലാളിക്ക് എന്തിട്ട് പറ്റി നോക്കിയില്ല. നമുക്ക് അന്വേഷിക്കാന്നേ. നീ സമാനപ്പെടപ്പയാ. എനിക്ക് എന്റെ മുതലാളി ഇപ്പൊ കാണണം. ഇനി നമ്മളെന്താ ചെയ്യേണ്ട വക്കീല? എന്റെ മുതലാളിക്ക് എന്തെങ്കിലും 6 മാസത്തെ ശമ്പളം കിട്ടാണ്ട്. അതെനിക്കും കിട്ടാണ്ട്. ഇനി അവിടെ എവിടേക്കാ? ഒരു പാലക്കാട്. പാലക്കാട്. എന്റെ ചേച്ചി ചില്ലറതാ. എവിടെ ടിക്കറ്റ്? എവിടേക്കാ? ഓ താനായിരുന്നോ? KSRTCയെ കുറിച്ച് വലിയ കംപ്ലൈന്റ് ആയിരുന്നല്ലോ. പിഴയടയ്ക്കാൻ വിധി വന്നപ്പോ മനസമാധാനായില്ലേ? ടിക്കറ്റ് എവിടേക്കാ? തന്റെ വായിലെന്താ നാക്കില്ലേ? ടിക്കറ്റ് എവിടേക്കാന്ന്? താൻ കണക്കിലെഴുതിക്കോ. കണക്കോ? നിങ്ങളുടെ പാഴ്സൽ സർവീസുകാരൻ എനിക്ക് എത്ര രൂപ നഷ്ടം അറിയോ? ആ നഷ്ടം നികത്തുന്ന വരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനാണ് എന്റെ തീരുമാനം. എന്തോ വെറുതെ തമാശ കളിക്കാണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കും മാഷെ. തമാശ കളിക്കേ? എന്റെ ലൈഫ് വെച്ച് നിങ്ങളെ കളിച്ചേ. അപ്പൊ നിങ്ങളല്ലേ എനിക്ക് നഷ്ടപരിഹാരം തരണ്ടേ? എന്തുകൊണ്ട് ചേട്ടന്മാരെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? ഇങ്ങനെ മിണ്ടാണ്ട് പ്രതികരിക്കാണ്ടിരുന്നിട്ടാണ് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയേ. എന്തെങ്കിലും ഒന്ന് പറയട്ടാ. അപ്പോഴേക്കും തൂങ്ങി തുടങ്ങി.
എന്താ പ്രശ്നം? വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട് ഭാസ്കർ, ഇയാൾക്ക് പ്രതികരിക്കണത്രേ. ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ, കാണാം. സർക്കാർ കാര്യമൊക്കെ തമാശയെന്ന നിങ്ങളുടെ വിചാരം? ഒരു ടിക്കറ്റ് എടുത്ത ഈ പ്രശ്നം ഇവിടെ തീർക്കാം. അതല്ല, വണ്ടി സ്റ്റേഷനിൽ പോയാലേ പിഴ അടക്കണം, കേസാവും, കോടതി കയറേണ്ടി വരും. സർക്കാർ കാര്യമൊന്നും കണ്ടക്ടർ സാർ എന്നെ പഠിപ്പിക്കണ്ട. ട്രാൻസ്പോർട്ട് ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്ത് ഉണ്ടാവുന്ന ഭവിഷ്യത്തൊക്കെ അതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ വന്നേക്കണേ. ഇതിന്റെ ഫലമൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചോളാം. വണ്ടി സ്റ്റേഷനിലേക്ക് വിട്, സംഭവം കേസാവട്ടെ. വണ്ടി സ്റ്റേഷനിലേക്ക് വിട് ഭാസ്കർ. പേടിയിട്ടാവോ? കാലന്റെ കണ്ണും വെട്ടിച്ച് നടക്കുന്ന സാധനം. യുവർ ഓണർ. യെസ്, ഐ ആം ദ ഓണർ. ടെൽ മീ. ഇത് വെറും 58 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാതെ KSRTCയിൽ യാത്ര ചെയ്ത ഒരു പൗരന്റെ പ്രശ്നമല്ല, മറിച്ച് തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. എന്താണ് കോടതിയുടെ സമയത്തിന് വിലണ്ട്. ഒരു 100 രൂപ ഫൈൻ അടച്ചിട്ട് സെറ്റിൽ ചെയ്യാൻ വിധിക്കുന്നു. നെക്സ്റ്റ് കേസ്. ഫൈൻ അടയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല യുവർ ഓണർ. പിന്നെ ഇത് പ്രതിഷേധമാണ്. എനിക്ക് നീതി തരാത്ത ഈ കോടതിയോടും സർക്കാരിനോടും കോർപ്പറേഷനോടുള്ള ഈ നാട്ടിലൊരു പൗരന്റെ പ്രതിഷേധം. എന്നെ ശിക്ഷിച്ചോളൂ യുവർ ഓണർ. നിനക്കെന്താ പ്രാന്തണ്ടാ ജോയെ? പിഴ അടച്ചില്ലെങ്കിൽ ശിക്ഷ എന്താണെന്നറിയോ? 8 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. കിടക്കാലോ? 5000 കോടി രൂപ പറ്റിച്ച് നടക്കുന്നവരൊക്കെ തുറന്നു വിട്. 50 രൂപയുടെ ടിക്കറ്റ് എടുക്കാത്ത എന്നെ പിടിച്ച് ജയിലിലിട്. അതാണ് അവിടുത്തെ നിയമം. കോടതിയിൽ എന്താ ആനയാ? ആനല്ല, എന്റെ റിംഗ് ടോണാണ്. എന്തുട്ട് ഗ്രീനോ? ജോയേട്ടാ, ഞാൻ ഷവർമ ഉണ്ടാക്കാൻ പഠിച്ചു ജോയേട്ടാ. നീ ഒന്ന് വെച്ചേ ഗ്രീനോ. എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ വേണ്ടി പോവാണ്. സോറി യുവർ ഓണർ. കഴിഞ്ഞു. ജയിലിൽ പോണെന്ന് എനിക്ക് ഉറപ്പാണോ ജോയെ? ആ, ഞാനിതാ ചുറ്റി അടിക്കാൻ പോവാട്ടാ. ഷുവറാണല്ലോ? ഷുവറാണ്. അടിച്ചു പൊളിക്കേ. ഇതെന്തോട്ട് ഐഡിയ എനിക്കൊരു പിടിയും കിട്ടണട്ടാ. നിവേദ്യം ബാക്കിണ്ടാ. അപ്പൊ ജോയി, കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാലോ അല്ലേ? അതിലെന്റെ ശരി. എന്തുണ്ട് പാപ്പേട്ട മുഖവര? നിങ്ങൾ കാര്യം പറയേ. നീ മൊബൈലില് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? കാലം വളരെ മോശമാണേ, അതുകൊണ്ടാ. കിടക്കണം. ഒരെണ്ണം വോഡാഫോൺ, ഒരെണ്ണം ജിയോയും, ഒരെണ്ണത്തിന് ബില്ലും അടച്ചിട്ടില്ലേ? പോരെ? അതൊക്കെ നമുക്ക് അടക്കാന്ന്. കാര്യം സിമ്പിളാണ്. CM നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫർ നീ നമ്മുടെ പാർട്ടിക്ക് പ്രയോജനമുള്ളതാക്കി തരണം. മനസ്സിലായില്ലേ? എങ്ങനെ? ഈ 24 hours വിത്ത് CM എന്ന് പറഞ്ഞ നീ എന്താ വിചാരിച്ചേ? 24 മണിക്കൂറും എല്ലാ ചാനലും ലൈവ് ആയിരിക്കും. അറിയോ എനക്ക്? അന്നത്തെ ദിവസം നീയാണ് സൂപ്പർ സ്റ്റാർ. നീ പറയുന്നതാണ് വാർത്ത. ശക്തന്റെ ഷെയറിനെ ഈ നാടിന് വേണ്ടി നീ ഒന്ന് പൊളിച്ചടക്കി തരണം. നാടിന്റെ കാര്യമൊക്കെ അവിടെ കിട്ടെ. അങ്ങനെ പൊളിച്ചടിക്കുക പപ്പേട്ടൻ ഈ ഇലക്ഷന് ജയിക്കും, അതെനിക്ക് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്നിട്ട് ഗുണം? എലക്ഷൻ തോറ്റ ശക്തന്റെ ഭരണം മാറി നമ്മുടെ ഗവൺമെന്റ് വരില്ലേ? അപ്പൊ പിന്നെ നിന്റെ കോർപ്പറേഷൻ കേസും KSRTC കേസൊക്കെ വല്ലതുമാണ്. അതൊക്കെ ഇനിയിപ്പോ എപ്പ നടക്കാനാ? ഞാനിപ്പോ ജയിലിൽ പോണ സിറ്റുവേഷനിലാണ്. ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടേ? നീ പറയേ. CM പൊളിച്ചെടുക്കാൻ സിമ്പിളാണ്. ലെഫ്റ്റ് ഹാൻഡ് ജോബാണ്. ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ പോരെ. പറയ ഒരു 10 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ എന്റെ കേസൊക്കെ ഇങ്ങോട്ട് ഒതുക്കായിരുന്നു. നല്ല ടൈറ്റ് ഉണ്ടേ. സമ്മതാണ്. ഇത് അഡ്വാൻസ് 2 ലക്ഷം, ബാക്കി പണി കഴിഞ്ഞിട്ട്. കാര്യങ്ങൾ വർക്കൗട്ട് ആയാ പറഞ്ഞതിന്റെ കൂടുതൽ കാശ് തരും. ഈ ഇലക്ഷൻ ജയിക്കാൻ അത്രക്ക് ഫോഴ്സ് ഉണ്ട് നമ്മുടെ പിന്നില്. നീ ഒന്ന് സമ്മതിക്ക്. എന്നെ നിർബന്ധിക്കാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റില്ല പാപ്പേട്ടാ. എടുത്തോട്ടപ്പാ, ബാലൻസ് മറക്കണ്ടാ. മുതലാളി എന്താ പറയാ? കിഴക്കുറത്ത് ഹരിനാരായണനെ മതം പൊട്ടി നിൽക്കാത്രേ. അതിന്റെ മൂത്രം കലക്കണം മുതലാളി. ആദ്യം നീ സുമേഷിനെ കൊണ്ടൊന്ന് മൂത്രം ഒഴിപ്പിക്കാ പോയാ. എത്ര നേരം ഇത്? ഇവന്റെ വാല് പറഞ്ഞിട്ടില്ല. ഒന്ന് പിടിച്ചേരാ. പെട്രോൾ ചാർജ് കൂടിയാലെന്താ? മൊബൈൽ ചാർജ് കുറച്ചില്ലേ? അത് ശരി. പിടിച്ച വെക്കില്ലേ? 6 മാസത്തിനുള്ളിൽ ശമ്പളം കൊടുക്കാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഞാൻ നിന്റെ മൊട്ടത്തല കഷ്ടപ്പെടാണ്ടില്ലടാ. ഇവിടെ നീ ആംഗ്രി ബേർഡ്സ് കളിച്ചോണ്ടിരിക്കാ. നീ ആംഗ്രി ബേർഡ്സ് അല്ല മുതലാളി, ഞാൻ മുതലാളിക്കൊണ്ടിട്ട് CM പറ്റി റിസർച്ച് ചെയ്യല്ലേ മുതലാളി. ഇങ്ങനെ പുലിയാണ്ടാ. വെറുതെ ഓപ്പോസിഷൻ ഇത്ര ക്യാഷ് ഓഫർ ചെയ്തേ. ഇങ്ങനെ പൂട്ടാൻ പറ്റുമോ? ചാവാണെങ്കിൽ BMW ഇടിച്ച് വേണം. എന്തുകൊണ്ടാ സൈക്കിൾ ഇടിച്ച് വേണേ? പിടിച്ചേ. എന്തായാലേ പ്രൊഡക്ഷൻ നമുക്ക് നാളെ തന്നെ തുടങ്ങണം.
നമുക്ക് അതിനുള്ള പെർമിഷൻ കോടതി ഉണ്ടല്ലോ. അതെന്തുണ്ട മുതലാളി, കാട്ടാളിലും ബാക്കിയുള്ള സ്റ്റോറുകളും സാധനം വേണ്ട പറഞ്ഞല്ലേ? അവർക്ക് 10 കോടി രൂപ പരസ്യമല്ലേ വേണ്ടേ? നമ്മൾ 50 കോടി രൂപ പരസ്യം കൊടുക്കും. നീ കണ്ടോ? അതെങ്ങനെ മുതലാളി? അതൊക്കെ ഉണ്ടാ ജിമ്മോട്ട് നീ ഫ്രീയാ എന്നാ പോയി പണിയറാ. CM ഒരു മീറ്റിംഗിനിടയിൽ മൊബൈൽ ഫോൺ വലത് കൈയിലേക്ക് മാറ്റുകയാണെങ്കിൽ താങ്കൾ ഹാപ്പിയാണെന്നാണ് ഓഫീസ് സ്റ്റാഫുകൾക്കിടയിലുള്ള പൊതുകോഡ്. അതേസമയം ഫോൺ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹാപ്പിയല്ല, മീറ്റിംഗ് ഉടനെ അവസാനിപ്പിക്കണമെന്നും. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്നാൽ മേശപ്പുറത്ത് വെച്ചു, മീറ്റിംഗ് ക്ലോസ്. ഇതൊക്കെ ചുമ്മാ ശത്രുക്കളെ പറഞ്ഞു വരുത്തുന്നല്ലേടോ. പൊളിറ്റീഷ്യനാണ് ഇങ്ങനെ. പൊളിറ്റിക്സ് കളിക്കാൻ അറിയണ റിയൽ പൊളിറ്റീഷ്യൻ.